നമസ്കാരം, ഏവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് മിക്സഡ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. ആനുകാലികവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് റീസെന്റ് നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ക്ലാസ് കൃത്യമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം. കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്ന ഭാഗം. നോക്കാം. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ഉപമേധാവി. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഇത് നിങ്ങളൊരു നോട്ടിൽ കുറിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ഓരോന്ന് പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ പുതിയ കാര്യങ്ങളായിരിക്കാം. അപ്പൊ അത് നിങ്ങളിലേക്ക് എത്തിക്കണം. നിങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കേട്ടാലോ അല്ലെങ്കിൽ ഈ ഒരു തവണ കൊണ്ട് കണ്ടുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഓരോ ചോദ്യവും ഞാൻ പറയുന്ന സമയത്ത് അതൊന്ന് ബുക്കിൽ എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ഉപമേധാവിയാണ് എയർ മാർഷൽ വിവേക് റാം ചൗധരി. എന്താണ്? എയർ മാർഷൽ വിവേക് റാം ചൗധരിയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ഉപമേധാവിയാണ്. ശ്രദ്ധിക്കുക, പുതിയ ഉപമേധാവിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ഉപമേധാവിയാണ് എയർ മാർഷൽ വിവേക് റാം ചൗധരി. എയർ മാർഷൽ വിവേക് റാം ചൗധരി എന്ന് പറയുന്നത് ക്ലിയർ ആയോ? അടുത്ത ചോദ്യം നോക്കൂ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ വ്യക്തി. നോക്കുക, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തിയാണ് അനൂപ് ചന്ദ്ര പാണ്ഡെ. ആരാണ്? അനൂപ് ചന്ദ്ര പാണ്ഡെ എന്ന് പറയുന്ന വ്യക്തിയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി. ആരാണത്? അനൂപ് ചന്ദ്ര പാണ്ഡെ. അനൂപ് ചന്ദ്ര പാണ്ഡെ എന്ന് പറയുന്ന വ്യക്തി. പിന്നെയോ, ഇന്ത്യയിൽ സ്പുട്നിക് വാക്സിൻ നിർമ്മാണത്തിന്, നമുക്കറിയാം റഷ്യൻ നിർമ്മിതമായിട്ടുള്ള സ്പുട്നിക് എന്ന് പറയുന്ന ആ വാക്സിനെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇന്ത്യയിലെ ഈ സ്പുട്നിക് വാക്സിൻ നിർമ്മാണത്തിന് അനുമതി ലഭിച്ച ഫാർമ കമ്പനിയാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ. ഏതാണ്? സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ. അപ്പോ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയാണ് അത് ഇന്ത്യയിലെ ആ സ്പുട്നിക് എന്ന് പറയുന്ന വാക്സിൻ നിർമ്മിക്കുന്നതിന് അനുമതി ലഭിച്ചിട്ടുള്ള ഫാർമ കമ്പനി എന്ന് പറയുന്നത്. ഏതാണ്? സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടെയാണത്? പൂനെയിലാണ്. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഈ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ 3 ചോദ്യങ്ങൾ പഠിച്ചിരുന്നു. ഒന്നാമത്തെ കാര്യം ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ഉപമേധാവിയെ പറ്റിയിട്ടായിരുന്നു. ആരായിരുന്നു അദ്ദേഹം? അത് എയർ മാർഷൽ വിവേക് റാം ചൗധരി. എയർ മാർഷൽ വിവേക് റാം ചൗധരിയാണ്. പിന്നെ പഠിച്ചത് എന്തായിരുന്നു? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ വ്യക്തിയായ അനൂപ് ചന്ദ്ര പാണ്ഡെയെ പറ്റി. ആരായിരുന്നു അത്? അനൂപ് ചന്ദ്ര പാണ്ഡെ. പിന്നീട് എന്താണ് പഠിച്ചത്? സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്തായിരുന്നു ചോദ്യം? ഇന്ത്യയിലെ സ്പുട്നിക് വാക്സിൻ നിർമ്മാണത്തിന് അനുമതി ലഭിച്ച ഫാർമ കമ്പനിയാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അടുത്തതിലേക്ക് പോവാം. ഓക്കെ, എഴുതി വെക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർക്കായിട്ട് ആരംഭിച്ച കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം തുടങ്ങിയ പുതിയ ഒരു പദ്ധതിയെ പറ്റിയിട്ടാണ്. എന്താണ്? മുതിർന്ന പൗരന്മാർക്കായിട്ട് ആരംഭിച്ചിട്ടുള്ള കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം തുടങ്ങിയ ഒരു പുതിയ പദ്ധതി. എന്താണത്? SAGE എന്നറിയപ്പെടുന്ന സേജ്. SAGE എന്നറിയപ്പെടുന്ന സേജ് അഥവാ സേജ് എന്ന് പറഞ്ഞാൽ സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എൻജിൻ. സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എൻജിൻ എന്നതാണ് എന്ത്? സേജ് എന്നതിന്റെ പൂർണ്ണരൂപം. എന്താണ് സേജ് എന്ന് പറയുന്നത്? മുതിർന്ന പൗരന്മാർക്കായിട്ട് ആരംഭിച്ചിട്ടുള്ള കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം തുടങ്ങിയ പുതിയ പദ്ധതിയാണ് ഈ സേജ് എന്ന് പറയുന്ന പദ്ധതി. ആ സേജിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എൻജിൻ. സീനിയർ കെയർ ഏജ് ഗ്രോത്തിങ് എൻജിൻ എന്നതാണ് അതിന്റെ പൂർണ്ണ രൂപം. ഓക്കെ, പിന്നെയോ ആസാമിലെ കൊക്രാജർ എന്ന് പറയുന്ന സ്ഥലത്ത്, ആസാമിലെ കൊക്രാജറില് പുതുതായിട്ട് നിലവിൽ വരുന്ന ഒരു ദേശീയോദ്യാനമുണ്ട്. ഏതാണ്? ആസാമിലെ കൊക്രാജർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്
പുതുതായിട്ട് നിലവിൽ വരുന്ന ഒരു ദേശീയ ഉദ്യാനമുണ്ട്. ഏതാണ് ആ ദേശീയ ഉദ്യാനം? റൈമോണ. ഏതാണ്? റൈമോണ എന്ന് പറയുന്ന ഒരു ദേശീയോദ്യാനം. റൈമോണ എന്ന് പറയുന്ന ദേശീയോദ്യാനം എവിടെയാണ് വരുന്നത്? ആസാമിലാണ് അല്ലെ. അപ്പൊ റൈമോണ എന്ന് പറയുന്ന ദേശീയോദ്യാനം ആസാമിലെ എവിടെയാണ്? കൊക്രാച്ചറിലായിട്ട് പുതുതായിട്ട് നിലവിൽ വരുന്ന ഒരു ദേശീയോദ്യാനമാണ് ഈ റൈമോണ എന്ന് പറയുന്ന ദേശീയോദ്യാനം. പിന്നെ നോക്കൂ, നമുക്കറിയാം KSRTC അല്ലെ. ഈ KSRTC എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെയുമാണ്, അതുപോലെ തന്നെ കർണാടകയുടെയും ഈ KSRTC എന്ന പേരിൽ തന്നെ ആയിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ട്രാവലിംഗ്. ഓക്കെ, അപ്പോ അതെന്തായി? ഇപ്പോ KSRTC എന്ന് പറയുന്ന ഈ ഒരു ചുരുക്കെഴുത്തം കേരളത്തിന് മാത്രമായിട്ട് സ്വന്തമായി അല്ലെ. അതായത് KSRTC എന്ന ഈ ചുരുക്കെഴുത്തിനു സെൻട്രൽ ട്രേഡ് മാർക്ക് ഓഫ് രജിസ്ട്രറി അംഗീകാരം ലഭിച്ച സംസ്ഥാനമാണ് കേരളം. ഓക്കെ, അപ്പോ ഇനി KSRTC എന്നറിയപ്പെടുന്നത് ഇവിടെ കേരളത്തിൽ മാത്രമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതായത് KSRTC എന്ന ഈ ചുരുക്കെഴുത്തിന് സെൻട്രൽ ട്രേഡ് മാർക്ക് ഓഫ് രജിസ്ട്രറി അംഗീകാരം ലഭിച്ചു. ഓക്കെ, ആ ലഭിച്ചത് ഏതൊരു സംസ്ഥാനത്തിനാണ്? നമ്മുടെ കേരളത്തിനാണ് ലഭിച്ചത് എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ. അടുത്തത് നോക്കാം. സുപ്രീം മാസ്റ്റർ ചിങ് ഹായ് ഇന്റർനാഷണൽ വേൾഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു പുരസ്കാരമുണ്ട്. ഇത്രയും വലിയ പേരാണ്, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, എന്താണ് ആ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പറയാൻ കാരണം? അത് ഒരു മലയാളിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു പുരസ്കാരം നേടിയ ഒരു മലയാളി ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. എന്താണ്? സുപ്രീം മാസ്റ്റർ ചിങ് ഹായ് ഇന്റർനാഷണൽ വേൾഡ് പ്രൊട്ടക്ഷൻ പുരസ്കാരം. ഒന്നുകൂടി പറയാം, എഴുതി വെച്ചോളൂ. സുപ്രീം മാസ്റ്റർ ചിങ് ഹായ് ഇന്റർനാഷണൽ വേൾഡ് പ്രൊട്ടക്ഷൻ പുരസ്കാരം. അത് നേടിയ മലയാളിയാണ് NS രാജപ്പൻ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പോ NS രാജപ്പനാണ്. ഏതാണ് ആ പുരസ്കാരത്തിന്റെ പേര്? ഒന്നുകൂടെ പറയാം, നോക്കിക്കോളൂ. സുപ്രീം മാസ്റ്റർ ചിങ് ഹായ് ഇന്റർനാഷണൽ വേൾഡ് പ്രൊട്ടക്ഷൻ പുരസ്കാരം. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ബയോഡൈവേഴ്സിറ്റി ടൂറിസം സർക്യൂട്ട് നടപ്പിൽ വരുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. കേരളവുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് പറഞ്ഞത്. എന്താണ്? കേരളത്തിൽ ബയോഡൈവേഴ്സിറ്റി ടൂറിസം സർക്യൂട്ട് നടപ്പിൽ വരുന്ന ജില്ല ഏതാണ്? അത് കൊല്ലം ജില്ലയാണ് എന്നുള്ളത്. നമ്മൾ NS രാജപ്പനെ പറ്റിയിട്ട് എന്തായിരുന്നു പഠിച്ചത്? തൊട്ടു മുൻപ് പഠിച്ചൊരു ചോദ്യമായിരുന്നു. എന്താണത്? സുപ്രീം മാസ്റ്റർ ചിങ് ഹായ് ഇന്റർനാഷണൽ വേൾഡ് പ്രൊട്ടക്ഷൻ പുരസ്കാരം നേടിയ മലയാളിയാണ്. ഇപ്പൊ കൊല്ലവുമായി ബന്ധപ്പെട്ട് പഠിച്ച ചോദ്യം എന്തായിരുന്നു? അത് കേരളത്തിൽ ബയോഡൈവേഴ്സിറ്റി ടൂറിസം സർക്യൂട്ട് നടപ്പിൽ വരുന്ന ജില്ല എന്നതാണ് കൊല്ലം ജില്ലയെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാവിഞ്ചി. നോക്കൂ, ഡാവിഞ്ചി ശ്രദ്ധിക്കുക. ഡാവിഞ്ചി പേര് നോക്കുക. ഡാവിഞ്ചി അല്ലെ. അടുത്തത് വെരിറ്റാറ്റസ്. എന്താണ്? വെരിറ്റാസ് നോക്കുക. ഡാവിഞ്ചി, അതേപോലെ തന്നെ വെരിറ്റാസ് അല്ലെ. ഡാവിഞ്ചി, വെരിറ്റാസ് എന്നീ ഇത് രണ്ടെണ്ണം എന്താ അറിയോ? ശുക്രദൗത്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ടെണ്ണം, അതായത് ഡാവിഞ്ചി, വെരിറ്റാസ് എന്നീ ശുക്രദൗത്യങ്ങൾ പ്രഖ്യാപിച്ച ബഹിരാകാശ ഗവേഷണ ഏജൻസിയാണ് ഏതെന്ന് പറയുന്നത്? നാസ. ഓക്കെ, അപ്പോ നാസ പ്രഖ്യാപിച്ച രണ്ട് ശുക്രദൗത്യങ്ങളാണ് ഇത്. ഏതൊക്കെയാണ്? ഒന്ന് ഡാവിഞ്ചി, ഒന്ന് ഡാവിഞ്ചി, മറ്റൊന്ന് വെരിറ്റാറ്റസ്. എന്താണ്? വെരിറ്റാസ് എന്ന് പറയുന്ന ആ ഒരു ദൗത്യം. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഡാവിഞ്ചി അല്ലെങ്കിൽ വെരിറ്റാസ് എന്ന് പറയുന്ന ഈ രണ്ടെണ്ണം ശുക്രദൗത്യങ്ങളാണ്. അത് ആരാണ്? നാസ പ്രഖ്യാപിച്ചിട്ടുള്ള നാസ പ്രഖ്യാപിച്ചിട്ടുള്ള ശുക്രദൗത്യങ്ങളാണ് ഈ പറഞ്ഞ ഡാവിഞ്ചിയും വെരിറ്റാസും. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അത് രണ്ടെണ്ണം എന്താണ്? ശുക്രദൗത്യങ്ങളാണ്. ആരാണ് പ്രഖ്യാപിച്ചത്? നാസയാണ്. അടുത്ത നോക്കുകയാണെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ 2020-21 സുസ്ഥിര വികസന സൂചികയിൽ മുന്നിലെത്തിയ രാജ്യം അത് സ്വീഡനാണ്. എന്താണ്? സ്വീഡൻ. ഓക്കെ, അപ്പോ സ്വീഡനാണ്. സ്വീഡനുമായി പ്രത്യേകത എന്തായിരുന്നു? നമ്മളിപ്പോ പറഞ്ഞു. സ്വീഡൻ എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ 2020-21 സുസ്ഥിര വികസന സൂചികയിൽ മുന്നിലെത്തിയ രാജ്യമാണ് സ്വീഡൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ 2020-21 സുസ്ഥിര വികസന സൂചികയിലെ മുന്നിലെത്തിയ രാജ്യമാണ് ഈ പറഞ്ഞ സ്വീഡൻ.
ക്ലിയർ ആയല്ലോ? ഈ പറഞ്ഞ ഡാവിഞ്ചി അല്ലെങ്കിൽ വെരിറ്റാസ് എന്ന് പറയുന്നത് എന്താണ്? അത് ശുക്ര ദൗത്യങ്ങളാണ്. അതാരാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? നാസയാണ്. നാസ പ്രഖ്യാപിച്ചിട്ടുള്ള ശുക്ര ദൗത്യങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ 2020-2021 സുസ്ഥിര വികസന സൂചികയിൽ മുന്നിലെത്തിയ രാജ്യം ആരാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ 2020-2021 സുസ്ഥിര വികസന സൂചികയിൽ മുന്നിലെത്തിയ രാജ്യമാണ് സ്വീഡൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? എഴുതി വെച്ചല്ലോ. അടുത്തേക്ക് കിടക്കാം. 2021-22 കാലയളവില് 2021-22 കാലയളവിൽ UN ജനറൽ അസംബ്ലി പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ഓക്കെ, എന്താണ് പറഞ്ഞത്? 2021-22 കാലയളവിൽ അല്ലേ? 2021-22 കാലയളവില് UN ജനറൽ അസംബ്ലി പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അബ്ദുല്ല ഷഹീദ്. മാലിദ്വീപുകാരനാണ്. അബ്ദുല്ല ഷഹീദ് ആണ്. ഏത് കാലയളവിൽ? 2021-22 കാലയളവിലാണ് അബ്ദുല്ല ഷഹീദ്. ആരാണ്? അബ്ദുല്ല ഷഹീദാണ്. എന്താണ് പ്രത്യേകത? 2021-22 കാലയളവിൽ എന്താണ്? UN ജനറൽ അസംബ്ലി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അബ്ദുല്ല ഷഹീദ്. അദ്ദേഹം മാലിദ്വീപുകാരനാണ് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? അടുത്തത് നോക്കാം. 2021 PFA പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഫുട്ബോളർ. എന്താണ് ചോദ്യം? ഇനി ഫുട്ബോളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കായികവുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സിന്റെ മേഖലയിലാണ്. നോക്കുക, 2021 PFA പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഫുട്ബോളറാണ് കെവിൻ ഡിബ്രൂയിനെ. ആരാണ്? കെവിൻ. ഓക്കെ, കെവിൻ എന്ന് പഠിച്ചാലും മതി. കെവിൻ ഡിബ്രൂയിനെ എന്ന് പറയുന്ന ബെൽജിയംകാരനാണ് അദ്ദേഹം. ഓക്കെ, കെവിൻ ഡിബ്രൂയിനെ. എന്താണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യം? 2021 PFA പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം 2021 PFA പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഫുട്ബോളർ കെവിൻ ഡിബ്രൂയിനെ. അദ്ദേഹം ബെൽജിയംകാരനാണ്. ഓക്കെ, അടുത്ത് നോക്കുക. 2021 PFA പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ വനിതാ ഫുട്ബോളറെ കുറിച്ചിട്ടാണ്. നമ്മളിപ്പോ പറഞ്ഞ കെവിൻ ഡിബ്രോയിനെ എന്ന് പറയുന്ന ബെൽജിയംകാരൻ എന്താണ്? പുരസ്കാരം നേടിയ വ്യക്തിയാണ്. പക്ഷെ വനിതകളെ കുറിച്ച് എടുത്തു ചോദിക്കുകയാണെങ്കിൽ വനിതാ ഫുട്ബോളർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നോക്കൂ, അത് ഫ്രാൻ കിർബി എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? ഫ്രാൻ കിർബി. ഓക്കെ, ഫ്രാൻ കിർബിയാണ്. ഫ്രാൻ കിർബി എന്ന് പറയുന്ന ആ വനിതയാണ് 2021 PFA പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ വനിതാ ഫുട്ബോളർ. ഓക്കെ, അപ്പൊ പുരുഷനാണെന്നുണ്ടെങ്കിൽ കെവിൻ ഡിബ്രോയിനെ, ബെൽജിയമാണ്. വനിതാ ഫുട്ബോളർ ആണെന്നുണ്ടെങ്കിൽ ഫ്രാൻ കിർബിയാണ്. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത നോക്കാം. കാൻ ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി ഓണററി പാം ഡി ഓർ പുരസ്കാരം നേടിയ നടിയാണ് ജോഡി ഫോസ്റ്റർ എന്ന് പറയുന്നത്. ഇത് കാൻ ചലച്ചിത്രോത്സവം അല്ലെ? കാൻ എന്താണ്? കാൻ ചലച്ചിത്രോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം വെച്ചാല് നമുക്കറിയാം ഈ ചലച്ചിത്രോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ എക്സാമുകൾക്ക് ഉള്ള പ്രാധാന്യത്തെ കുറിച്ച് നമുക്കറിയാം അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതെന്താ, നമ്മൾ പുതുതായിട്ട് ഏതൊക്കെയുണ്ടോ അതിനെ കുറിച്ചിട്ടെല്ലാം ഉള്ള അറിവ് നമ്മളിലേക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് കാൻ ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായിട്ട് ഓണററി പാം ഡി ഓർ പുരസ്കാരം നേടിയ ഒരു നടിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് ജോഡി ഫോസ്റ്റർ ആണ്. ആരാണ്? ജോഡി. നോക്കൂ, ജോഡി ഫോസ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ഇതിന്റെ ഭാഗമായിട്ട്, അതായത് കാൻ ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായിട്ട് ഓണററി പാം ഡി ഓർ പുരസ്കാരം നേടിയ നടി ജോഡി ഫോസ്റ്റർ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോ നമ്മൾ പറയുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടുള്ളൂ. കാരണം ഇത് കറണ്ട് അഫയേഴ്സ് ആണ്, ചിലപ്പോൾ നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്ന കാര്യമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്ന് എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ, കാരണം ക്ലാസ് കണ്ടുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഓർമ്മയുണ്ടാവും, പിന്നീട് ഒരു പക്ഷെ നോക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതൊന്ന് നോട്ട് എഴുതിയെടുക്കണമെങ്കിൽ പിന്നീട് ഈ ക്ലാസ് ഒന്നുകൂടി കാണേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്
ഒരു തവണ കാണുന്ന സമയത്ത് തന്നെ ആ ഒരു ചോദ്യം നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെക്കുന്നതോടൊപ്പം തന്നെ ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ആ ക്വസ്റ്റ്യൻസുമായിട്ട് മിങ്കിളാവും. ആ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ആൻസർ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നീട് ഇടയ്ക്കൊന്ന് റിവൈസ് ചെയ്താൽ മതി. കാരണം നമുക്കറിയാം ഇപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം എക്സാമുകളിൽ, PSC എക്സാമുകളിൽ കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യത്തെ കുറിച്ചും നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കറണ്ട് അഫയേഴ്സിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ക്ലാസ്സുകൾ തരുന്നത്. അതും വ്യത്യസ്തമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലായല്ലോ, ഇതുവരെ മനസ്സിലായി. ഇനി അടുത്തതിലേക്ക് കിടക്കാം. ഇത് മിക്സഡ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിക്കാണ് ക്ലാസ് കൊണ്ടുപോകുന്നത്. ഓക്കെ, മിക്സഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ക്ലിയർ? ഈ വർഷത്തെ അസർബൈജാൻ ഗ്രാൻഡ് പ്രീ കിരീടം നേടിയ മെക്സിക്കൻ താരം എന്താണ്? ഈ വർഷത്തെ അസർബൈജാൻ ഗ്രാൻഡ് പ്രീ കിരീടം നേടിയ മെക്സിക്കൻ താരമാണ് സെർജിയോ പെരസ്. സെർജിയോ പെരസ്. ഓക്കെ, സെർജിയോ പെരസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വർഷത്തെ, അതായത് 2021 അസർബൈജാൻ ഗ്രാൻഡ് പ്രീ കിരീടം നേടിയ മെക്സിക്കൻ താരം. അദ്ദേഹം മെക്സിക്കൻ താരമാണ്. എന്താണ് പേര്? സെർജിയോ പെരസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, ഈ വർഷത്തെ അസർബൈജാൻ ഗ്രാൻഡ് പ്രീ കിരീടം നേടിയ മെക്സിക്കൻ താരം. ഓക്കെ, അടുത്ത നോക്കൂ. പ്രഥമ കോൺകാകാഫ് നേഷൻസ് ലീഗ് ഫുട്ബോളിലെ ജേതാക്കള് അത് US ആണ്. നോക്കൂ, പ്രഥമ കോൺകാകാഫ്. എന്താണ് കോൺകാകാഫ്? ശ്രദ്ധിക്കുക, കോൺകാകാഫ്. ഓക്കെ, പ്രഥമ കോൺകാകാഫ് നേഷൻസ് ലീഗ് ഫുട്ബോളിലെ പ്രഥമ ജേതാക്കളാണ് US എന്ന് പറയുന്നത്. ഓക്കെ, പ്രഥമ ജേതാക്കളാണ് US. കോൺകാകാഫിലെ പ്രഥമ ജേതാക്കൾ അത് ഫുട്ബോൾ ആണ്. ഓക്കെ, ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണത്. എന്താണ്? പ്രഥമ കോൺകാകാഫ് നേഷൻസ് ലീഗ് ഫുട്ബോളിലെ ജേതാക്കളാണ് US എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, പിന്നീട് നോക്കൂ. രാജ്യാന്തര ഫുട്ബോളിൽ നിലവിൽ കളിക്കാരിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ രണ്ടാമത്തെ താരം എന്ന നേട്ടം കുറിച്ച ഇന്ത്യൻ താരത്തെ പറ്റിയതാണ്. കായികവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. എന്തായിരുന്നു ചോദ്യം? വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. രാജ്യാന്തര ഫുട്ബോളിൽ നിലവിലെ കളിക്കാരിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ രണ്ടാമത്തെ താരം എന്ന നേട്ടം കുറിച്ച ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി. ആരാണ്? സുനിൽ ഛേത്രിയാണ്. ചോദ്യം ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. രാജ്യാന്തര ഫുട്ബോളിൽ നിലവിലെ കളിക്കാരിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ രണ്ടാമത്തെ താരം എന്ന നേട്ടം കുറിച്ച ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി. ക്ലിയർ ആയല്ലോ അല്ലെ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ഫോർമുല 1 കാറോട്ടത്തിലെ മൊണാക്കോ ഗ്രാൻഡ് പ്രീ ജേതാവാണ് മാക്സ് വേർസ്റ്റപ്പൻ. പേരുകൾ കുറച്ച് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, എന്നാലും നമുക്കത് പഠിച്ചു തന്നെ പോകണം. എന്താണ് ഫോർമുല 1 കാറോട്ടത്തിൽ? ഇത് കാറോട്ടത്തിന്റെ കാര്യമാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഫോർമുല 1 കാറോട്ടത്തിലെ മൊണാക്കോ ഗ്രാൻഡ് പ്രീ ജേതാവാണ് മാക്സ് വെസ്റ്റപ്പൻ. മാക്സ് വെസ്റ്റപ്പൻ എന്ന് പറയുന്ന വ്യക്തി. മാക്സ് വെസ്റ്റപ്പൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്തെന്ന് പറഞ്ഞത്? കാറോട്ടത്തിൽ അല്ലേ? അപ്പൊ അത് കൃത്യമായിട്ട് ആ പേരുകളൊക്കെ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് ഞാൻ ആ ബുദ്ധിമുട്ടുള്ള പേരുകളൊക്കെ എഴുതി തരാം. അല്ലാത്തൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ അത് എഴുതി പോവുക. ഫോർമുല 1 കാറോട്ടത്തിലെ മൊണാക്കോ ഗ്രാൻഡ് പ്രീ ജേതാവാണ് മാക്സ് വെസ്റ്റപ്പൻ എന്ന് പറയുന്ന പേര്. നോക്കൂ, അദ്ദേഹത്തിന്റെ പേര് മാക്സ് വെസ്റ്റപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഫോർമുല 1 കാറോട്ടത്തിൽ മൊണാക്കോ ഗ്രാൻഡ് പ്രീ ജേതാവാണ് മാക്സ് വെസ്റ്റപ്പൻ. ക്ലിയർ ആയല്ലോ? ഇതാണ് ആ പേര്. അടുത്തത്, UN പീസ് കീപ്പേഴ്സിനായി ഇന്ത്യ ആരംഭിക്കുന്ന മൊബൈൽ ടെക് പ്ലാറ്റ്ഫോമാണ് യുണൈറ്റ് അവെയർ. എന്താണ് ചോദ്യം? ശ്രദ്ധിക്കുക, ഒന്നുകൂടെ പറയാം. UN പീസ് കീപ്പേഴ്സിനായിട്ട് ഇന്ത്യ ആരംഭിക്കുന്ന, ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. UN പീസ് കീപ്പേഴ്സിനായി ഇന്ത്യ ആരംഭിക്കുന്ന മൊബൈൽ ടെക് പ്ലാറ്റ്ഫോമാണ് യുണൈറ്റ് അവെയർ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം. ക്ലിയർ ആയില്ലേ? അടുത്ത് നോക്കൂ. ICMR അംഗീകാരം നേടിയ ICMR അല്ലെ? അപ്പോ ICMR അംഗീകാരം നേടിയ
കോവിഡ് ആന്റിജൻ പരിശോധന വീട്ടിൽ സ്വയം നടത്താൻ കഴിയുന്ന ഒരു ടെസ്റ്റ് കിറ്റ് ഉണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കോവി സെൽഫ് ആണ്. എന്താണ്? കോവി സെൽഫ്. ആ സെൽഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ, കോവി സെൽഫ് അല്ലെ. ഈ സെൽഫ് എന്ന് കേൾക്കുമ്പോൾ എന്ത് മനസ്സിലാക്കാം? നമുക്ക് സ്വയം അതിന്റെ പരിശോധന നടത്താനുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. അപ്പോൾ ICMR അംഗീകാരം നേടിയ കോവിഡ് ആന്റിജൻ പരിശോധന നമുക്ക് വീട്ടിൽ സ്വയം നടത്താൻ കഴിയുന്ന ആ ടെസ്റ്റ് കിറ്റിന്റെ പേരാണ് കോവി സെൽഫ്. കോവി സെൽഫ് എന്ന് പറയുന്ന ആ ടെസ്റ്റ് കിറ്റിന്റെ പേരാണ് കോവി സെൽഫ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് നോക്കാം. ഈ വർഷം ഡീകമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യൻ നാവികസേനയുടെ ഒരു കപ്പലുണ്ട്. എന്താണ്? ഈ വർഷം ഡീകമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് INS രാജ്പുത്ത്. എന്താണ്? INS രാജ്പുത്ത്. INS രാജ്പുത്ത് എന്ന് പറയുന്ന ഒരു കപ്പൽ, INS രാജ്പുത്ത് എന്ന് പറയുന്ന കപ്പലാണ് ഈ വർഷം എന്ത് ഡീകമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ. ഈ വർഷം ഡീകമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് INS രാജ്പുത്ത്. INS രാജ്പുത്ത് എന്ന് പറയുന്ന കപ്പൽ. ക്ലിയർ? ഇനി നമുക്ക് കേരളവുമായി ബന്ധപ്പെട്ട്, കേരള നിയമസഭയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15ാം കേരള നിയമസഭയുടെ പ്രോട്ടോം സ്പീക്കർ ആരാണ്? പ്രോട്ടേം സ്പീക്കർ 15ാം, ഇപ്പൊ നിലവിലുള്ള ഏതാണ്? 15ാം കേരള നിയമസഭയാണ് അല്ലെ. ഈ 15ാം കേരള നിയമസഭയിലെ ആ സമയത്ത് പ്രോട്ടേം സ്പീക്കർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ PTA റഹീം ആണ്. ആരാണ്? PTA റഹീം. PTA റഹീം ആയിരുന്നു 15ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ 15ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കർ ആയ വ്യക്തി ആരായിരുന്നു? അത് PTA റഹീം ആയിരുന്നു. ക്ലിയർ ആയല്ലോ? സ്പീക്കറെ പറ്റി നമുക്കറിയാം, പി രാജേഷ് എന്നറിയാം. നമ്മൾ പറഞ്ഞത് ആ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന പ്രോട്ടേം സ്പീക്കറെ പറ്റിയിട്ടാണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, അടുത്തത് കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ. കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? അത് K ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. K ഗോപാലകൃഷ്ണക്കുറുപ്പാണ് എന്തെന്ന് പറയുന്നത്? കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ. ഓക്കെ, കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആണ് K ഗോപാലകൃഷ്ണക്കുറുപ്പ്. K ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്ന് പറയുന്നത് കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആണ്. കിട്ടിയല്ലോ? K ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, അപ്പോ നമ്മൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ആനുകാലികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു നോട്ടിൽ എഴുതി വെക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങളിൽ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്ന കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടിയെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വീണ്ടും മറ്റു കുറച്ച് മിക്സഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാവുന്നതാണ്. അതിന് മുന്നോടിയായിട്ട് മറ്റൊരു കാര്യം, നമ്മുടെ എയിം സ്റ്റഡി സെന്റർ പ്രീമിയം കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. കേട്ടിട്ട് കാറ്റഗറി 1, 2, 3, അതുപോലെ തന്നെ HSA സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, അതുപോലെ തന്നെ LDC മെയിൻസ്, LGS മെയിൻസ്, പോലീസ് കോൺസ്റ്റബിൾസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തുടങ്ങിയവയ്ക്കുള്ള പ്രീമിയം കോഴ്സ് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ അവൈലബിൾ ആണ്. കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കോഴ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, പ്രീമിയം കോഴ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന 9446537080 എന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ അവിടെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾ, മറുപടികളെല്ലാം തന്നെ അവിടെ തീർക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കോഴ്സുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നിങ്ങളുടെ സംശയങ്ങൾക്കും അല്ലെങ്കിൽ എക്സാമുമായിട്ടുള്ള എന്തൊരു സംശയമായിക്കോട്ടെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന 9446537080 എന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.